ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഒരു പ്രഭാതത്തിൽ ഒരാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിക്കിതച്ചെത്തി. ശ്വാസം പോലും വിടാതെ അയാൾ ടിക്കറ്റ് നൽകുന്ന വ്യക്തിയോട് ചോദിച്ചു, എപ്പോഴാണ് 8:01 തീവണ്ടി പുറപ്പെടുന്നത്? ഉടൻ മറുപടിയുണ്ടായി, 8:01. എൻ്റെ വാച്ചിൽ ഇപ്പോൾ സമയം 7:59 ടൗൺ ക്ലോക്കിൽ 7:57 എന്നാൽ റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്കിലാകട്ടെ സമയം 8:04 ഇതിലേത് സമയമാണ് ശരി? ഇത് കേട്ട റെയിൽവേ ഉദ്യോഗസ്ഥൻ മറുപടി നൽകി, നിങ്ങൾക്കിഷ്ടമുള്ള സമയം തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ ഇന്നിനി നിങ്ങൾക്ക് 8:01 തീവണ്ടിയിൽ പോകാനാവില്ല, കാരണം അത് പോയി കഴിഞ്ഞിരിക്കുന്നു. ഓരോ മിനിറ്റ് പിന്നിടുമ്പോഴും ദൈവത്തിൻ്റെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കണമെന്നും തങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് ദൈവത്തെങ്കിലേക്ക് തിരിയാമെന്നും കരുതുന്ന അനേകരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമയമാണ് ശരിയായ സമയം, അതിപ്പോഴാണ്. പിന്നീട് ഒരുപക്ഷേ ഏറെ വൈകിപ്പോയേക്കാം. കർത്താവ് വാതിൽക്കൽ ആയിരിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ന്യായവിധിയും നടത്തുവാൻ അധികാരം പ്രാപിച്ചവന് മുമ്പിൽ നിൽക്കുവാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? അവൻ ഏത് സമയത്തും വരാം. നാം അവൻ്റേതാണോ? നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാം. ദൈവത്തിൻ്റെ വരവിന് വേണ്ടി നാം ആത്മീയമായും മാനസികമായും എത്രമാത്രം ഒരുക്കമുള്ളവരാണ്? ഇന്നത്തെ വചനധ്യാനത്തിലൂടെ കർത്താവിൻ്റെ വരവിലേക്ക് ഒരുങ്ങുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതായ ദിവ്യമായ ആലോചനകൾക്കായി നന്ദിയോടെ സ്തോത്രം. പ്രപഞ്ച സത്യങ്ങളും കാലസംഭവങ്ങളും അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ഞങ്ങളെ വിളിച്ചറിയിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുക്കമുള്ളവരായിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നാളും നാഴികയും അറിയായികയാൽ ഒരുങ്ങിയിരിപ്പീൻ എന്ന ദൈവവചനം അനുസരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.